എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ദിവസം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 14 ചോദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇനി നമുക്ക് പേജ് നമ്പർ 15 ചോദ്യങ്ങളൊന്ന് നോക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം? ദി പ്രൈസ് ഓഫ് 2 kilograms ഓഫ് ഓറഞ്ച് ആൻഡ് 3 kilograms ഓഫ് ആപ്പിൾ ഈസ് 520 rupees. ദി പ്രൈസ് ഓഫ് 3 kilograms ഓഫ് ഓറഞ്ച് ആൻഡ് 2 kilograms ഓഫ് ആപ്പിൾ ഈസ് 480 rupees. വാട്ട് ഈസ് ദി പ്രൈസ് ഓഫ് ഈച്ച് അല്ലേ. അപ്പൊ ഇതേ ടൈപ്പ് ചോദ്യങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്നുകിൽ ആപ്പിളും ഓറഞ്ചിന് പകരം വല്ല മേശയും കസാര അല്ലെങ്കിൽ പേനയും പെൻസിലും അല്ലെ, ഇങ്ങനെയൊക്കെ ആയിട്ട് ഇതേ ടൈപ്പ് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2 കിലോഗ്രാം ഓറഞ്ചിനും 3 കിലോഗ്രാം ആപ്പിളിനും കൂടി എത്ര പൈസ കൊടുത്തു? 520 രൂപ കൊടുത്തു. പിന്നെയോ 3 കിലോഗ്രാം ഓറഞ്ചിനും 2 കിലോഗ്രാം ആപ്പിളിനും കൂടിയിട്ട് എത്ര രൂപ കൊടുത്തു? 480 രൂപ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം ഓറഞ്ചിന് എത്ര പൈസ വരും? 1 കിലോഗ്രാം ആപ്പിളിന് എത്ര പൈസ വരും? ഇതാണ് ചോദ്യം. അപ്പോൾ രണ്ട് സാധനങ്ങളുടെ വിലയാണ് അല്ലെ, രണ്ട് വസ്തുക്കളുടെ വിലയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരെണ്ണത്തിന് എക്സ് എന്നും കൊടുക്കാം, ഒരു വസ്തുവിന്റെ വില എക്സ് എന്നും കൊടുക്കാം, ഒന്നിന്റെ വില നമുക്ക് വൈ എന്നും കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഓറഞ്ച്, അതിന് നമ്മൾ എക്സ് ആണെന്ന് കൊടുക്കാം. ഇപ്പോ പ്രൈസ് ഓഫ് 1 kg ഓറഞ്ച്, അല്ലെങ്കിൽ ഓറഞ്ചോ ആപ്പിൾ എങ്ങനെയാണെന്ന് ചെയ്തോ, അതിനൊന്നും കുഴപ്പമില്ല. പ്രൈസ് ഓഫ് 1 kg ഓറഞ്ചിന് എന്ത് വില കൊടുക്കും? നമ്മൾ എക്സ് ആണെന്ന് വിചാരിക്കുക. എക്സ് രൂപയാണ് അതിന്റെ വില. പിന്നെയോ പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഓറഞ്ചും പിന്നെന്താണ്? ആപ്പിൾ അല്ലേ, ആപ്പിളിന്റെ വില വൈ ആണെന്ന് വിചാരിക്കുക. 1 കിലോഗ്രാം ആപ്പിളിന്റെ വില വൈ. അങ്ങനെയാണെങ്കിൽ എന്താണ് വാങ്ങിയത്? 2 കിലോഗ്രാം ഓറഞ്ചും വാങ്ങി, 3 കിലോഗ്രാം ആപ്പിളും വാങ്ങി അല്ലേ. അപ്പോൾ 1 കിലോഗ്രാം ഓറഞ്ചിന് എക്സ് ആണ് രൂപയെങ്കിൽ 2 കിലോഗ്രാം ഓറഞ്ചിന് എത്ര പൈസ ആയിരിക്കും? എത്രയായിരിക്കും പൈസ? 2x അല്ലേ. 2 × x 2x. അപ്പൊ നോക്കിയാൽ 1 കിലോഗ്രാം അരിക്ക് 50 രൂപയാണെന്ന് വിചാരിക്കുക. അതിനാണെങ്കിൽ 2 കിലോഗ്രാം അരിക്ക് എന്ത് വരും? 50 × 2 അല്ലേ, 100 രൂപ. അതേപോലെ 1 കിലോഗ്രാം ഓറഞ്ചിന് എക്സ് ആണ് വില. അങ്ങനെയാണെങ്കിൽ 2 കിലോ ഓറഞ്ചിന് 2x അല്ലെ. ഇനി എത്ര കിലോ ആപ്പിൾ വാങ്ങി? 3 കിലോഗ്രാം ആപ്പിൾ അല്ലെ. അപ്പൊ 3 കിലോഗ്രാം ആപ്പിളിന്റെ വില എന്തായിരിക്കും? 3 kg ആപ്പിൾ എന്തായിരിക്കും വില? 1 കിലോഗ്രാം ആപ്പിളിന്റെ വില വൈ ആണെങ്കിൽ 3 കിലോഗ്രാം ആപ്പിളിന്റെ വില 3y അല്ലെ. ഇതേപോലെ തന്നെ, അതായത് 5 കിലോഗ്രാം ആപ്പിൾ ആണെങ്കിൽ 5 വൈ, 10 കിലോഗ്രാം ആണെങ്കിൽ 10 വൈ അല്ലെ. 1 കിലോഗ്രാമിന്റെ വിലയെ നാം ആ തൂക്കം കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര തൂക്കത്തിന്റെ വില നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ ഓക്കെ, 2 കിലോഗ്രാം ഓറഞ്ചിനും 3 കിലോഗ്രാം ആപ്പിളിനും കൂടി എത്ര കാശ് കൊടുത്തു? 520 rupees കൊടുത്തു അല്ലെ. അപ്പൊ 2 കിലോഗ്രാം ഓറഞ്ചിന്റെ വില എത്രയാണ്? 2x ആണ് അല്ലെ. അപ്പൊ 2x മനസ്സിലാവുണ്ടല്ലോ. 2 കിലോഗ്രാം ഓറഞ്ചിന്റെ വില 2x ആണ്. അപ്പൊ അത് 200 300 എത്ര ആയിക്കോട്ടെ, 2x ആണ് അതിന്റെ വില. അതും പിന്നെയോ 3 കിലോഗ്രാം ആപ്പിളിന്റെ വില എത്രയാണ്? 3y അല്ലെ. അപ്പൊ 3y. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കൊടുത്തു? 520 രൂപ കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പൊ 2 കിലോഗ്രാം ഓറഞ്ച്, 3 കിലോഗ്രാം ആപ്പിള്. അപ്പൊ ഇത് രണ്ടിനും കൂടിയിട്ട് എത്ര കാശിയായി? 520 രൂപയായി. അപ്പൊ നമുക്ക് നല്ലൊരു ഇക്വേഷൻ കിട്ടിയാലോ? 2x + 3y = 520, ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? 3 കിലോഗ്രാം ഓറഞ്ച് അല്ലെ. അപ്പൊ 3 kg ഓറഞ്ചിന് എത്ര കാശ് വരും? 1 കിലോഗ്രാം ഓറഞ്ചിന് എക്സ് ആണെങ്കിൽ 3 കിലോഗ്രാമിന് എന്ത് വരും? 3 × x അല്ലെ, 3x. ഇനി 2 കിലോഗ്രാം ആപ്പിളും വാങ്ങി. അപ്പൊ 2 kg ആപ്പിളിന് 1 കിലോഗ്രാമിന് എന്താണ് വില? വൈ അല്ലെ. അപ്പോ 2 കിലോഗ്രാം എന്ത് വരും? 2y. ഓക്കെ, 3 കിലോ ഓറഞ്ചിന്റെ വില 3x പ്ലസ് അതിന്റെ കൂടെ 2 കിലോ ആപ്പിൾ വാങ്ങി 2y, അതിന്റെ വില 2y = എത്ര പൈസ കൊടുത്തു? 480 രൂപ. കണ്ടില്ലേ? ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് എന്ത് വേണം? ഇതിൽ നിന്ന് എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടണം അല്ലെ. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എക്സിന്റെയും വൈയുടെയും വാല്യൂ കാണാൻ എന്ത് ചെയ്യണം? നമുക്ക് ഏത് സ്റ്റെപ്പുകളൊക്കെ നന്നായിട്ട് അറിയാം അല്ലെ. എന്ത് ചെയ്യണം? ഇത് വില കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആരെങ്കിലും ഒരാളെ ഒഴിവാക്കണം. ഒന്നുകിൽ എക്സിനെ ഒഴിവാക്കണം, അല്ലെങ്കിൽ വൈനെ ഒഴിവാക്കണം അല്ലെ. അപ്പൊ ആരെയാണ് ഒഴിവാക്കാൻ പറ്റുക? അതിന് നമ്മൾ എന്ത് ചെയ്യണം? കോഎഫിഷ്യന്റ് നോക്കണം. അപ്പൊ കോഎഫിഷ്യന്റ്, എക്സിന്റെ കോഎഫിഷ്യന്റ് 2, ഇവിടെ 3 അല്ലെ. അപ്പൊ രണ്ടും സെയിം അല്ല, അതുകൊണ്ട് ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇവിടെയോ? ഇവിടെ 3, ഇവിടെ 2. അപ്പൊ വൈനെയും നമുക്ക് ഒറ്റയടിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഇതിനെ സെയിം ആക്കണം അല്ലെ, സെയിം ആക്കണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ട്. എന്താണ് പ്രശ്നം?
നമുക്ക് നോക്കിയാൽ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തതിൽ എങ്ങനെയാണ് ഇതിനെ ഇപ്പൊ നമുക്ക് 3നെ നമുക്ക് 2 ആക്കാൻ പറ്റില്ല അല്ലെ. ഇവിടെ 2x ഇവിടെ 3x ആണ് അല്ലെ. അപ്പൊ ഇവിടെ 3x നമുക്ക് 2x ആക്കാൻ പറ്റുമോ? ഏതുകൊണ്ട് ഗുണിച്ചാലും നമുക്ക് 2x കിട്ടില്ല അല്ലെ. അതായത് നാച്ചുറൽ എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. ഇനി 2xനെ നമുക്ക് 3x ആക്കാൻ പറ്റുമോ? അത് പറ്റില്ല അല്ലെ. പറ്റും, പക്ഷെ എന്താണ്, നാച്ചുറൽ നമ്പർ കൊണ്ട് പറ്റില്ല അല്ലെ. അപ്പൊ നാം എന്ത് ചെയ്യും? അപ്പൊ അതിനൊരു എളുപ്പപ്പണിയുണ്ട്. നാം ഒരു കാര്യം ചെയ്യാം. നമുക്ക് നോക്കിയാൽ 2xനെ അല്ലെ, അപ്പൊ ഇത് രണ്ടും അല്ലാത്ത ഒരു രൂപത്തിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവരാം. അതിനെന്ത് വേണം? ആദ്യത്തെ ഇക്വേഷൻ ഇപ്പൊ 2x + 3y = 520 അല്ലെ. അതിനെ ഇതിന്റെ അടിയിൽ ഈ ഇവിടുത്തെ എക്സിന്റെ കോഫിഷ്യന്റ് എന്താണ്? 3 അല്ലേ. ഈ 3 കൊണ്ട് അങ്ങോട്ട് ഗുണിക്കുക. ശ്രദ്ധിച്ചിരിക്കുക, ഈ ഇക്വേഷനെ നാം 3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു നോക്കിയേ. അതായത് ഇക്വേഷൻ നമ്പർ 1നെ 3 കൊണ്ട് ഗുണിക്കുന്നു. 3 എന്ന് പറഞ്ഞാൽ എവിടെ കിട്ടി? ഈ 3. മനസ്സിലായില്ലേ? അപ്പൊ 3 × 2x എന്തായി? 6x + 3 × 3y 9y = 3 × 520 ഒന്ന് ഗുണിച്ചു നോക്കിയാ 1560 അല്ലെ. 1560. അപ്പൊ ഇപ്പൊ എന്താണ് നമ്മൾ ചെയ്തത്? ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഗുണിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഇക്വേഷൻ നമ്പർ 2നെ നാം എന്ത് ചെയ്യുക? നേരെ തിരിച്ച് ചെയ്യുക. ഇതിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഗുണിക്കുക. ഇതിന്റെ എത്രയാണ്? 2 അല്ലേ. അപ്പൊ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ × 2. അതായത് ഇതിനെ നമ്മൾ ഇതുകൊണ്ട് ഗുണിച്ചു, ഈ ഇക്വേഷൻ നമ്മൾ ഇതുകൊണ്ട് ഗുണിച്ചു. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ 2 × 3x 6x + 2 × 2y 4y = 2 × 480 ഒന്ന് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും നോക്കിയേ? 960. ഇപ്പൊ നമുക്ക് രണ്ട് വേറെ ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് രണ്ടും സെയിം ആയി മാറി അല്ലെ. അപ്പൊ നമുക്ക് ഇതിന് പേരുകൾ മാറ്റി കൊടുക്കാം. 1 2. ഇത് 3ാമത്തെ ഇക്വേഷൻ, ഇത് നമ്മുടെ 4ാമത്തെ ഇക്വേഷൻ. ഇനി കുഴപ്പമില്ലല്ലോ, ഇനി നമുക്ക് കണ്ടുപിടിക്കാലോ. ഓക്കെ, എന്ത് ചെയ്യണം? ഇതിന്റെ ചിഹ്നം നോക്കാം അല്ലെ. ചിഹ്നം എന്താണ്? ചിഹ്നം 2 പോസിറ്റീവാണ്. അപ്പൊ എന്ത് വേണം? 1ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ മൈനസ് ചെയ്യാം. ഇവിടെ നോക്കിയാൽ വലിയ സംഖ്യ എവിടെയാണ്? മുകളിൽ തന്നെ എടുക്കണം അല്ലെ. അപ്പം ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എളുപ്പമായി അല്ലെ. അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 3ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 4നെ കുറയ്ക്കുന്നു. അതായത് 6x നിന്ന് 6x പോയി കഴിഞ്ഞാൽ 0. 9y നിന്ന് 4y കുറച്ചു കഴിഞ്ഞാൽ എത്ര വരും? 5y. ഇനി 1560 നിന്ന് 960 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 0.06 അല്ലെ. അപ്പൊ 600 കിട്ടി. അങ്ങനെയാണെങ്കിൽ y = എന്ത് വരും? 5y 600. y = 600 ബൈ ഈ 5 അങ്ങോട്ട് പോകുമ്പോൾ ബൈ 5. അപ്പൊ എത്ര പ്രാവശ്യം പോകും? 6 അല്ലെ. അപ്പൊ ആദ്യം 6ൽ 5 എത്ര ഉണ്ട്? 1 5. ഇനി ഇവിടെ ബാക്കി 1 ഉണ്ട് അല്ലെ. 1 ഉണ്ട്, ഇവിടെ 0. അപ്പൊ ടണ്ണിൽ എത്ര ഉണ്ട്? 2. പിന്നെ ഒരു 0 ഇവിടെ ഉണ്ട്, 0. അപ്പൊ എത്ര വന്നു നമുക്ക്? 120. അപ്പൊ വൈയുടെ വാല്യൂ കിട്ടി. വൈ വാല്യൂ എന്ന് പറഞ്ഞാൽ ആപ്പിളിന്റെ വാല്യൂ കിട്ടി നമുക്ക് 120. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് അല്ലെ ഈ വാല്യൂ കൂടി കൊടുക്കാം. അപ്പൊ നമുക്ക് എഴുതാം y = 120 ഇൻ ഇക്വേഷൻ നമ്പർ ഏതിലേക്കിന്? 1ലേക്ക്. അപ്പൊ ഇക്വേഷൻ നമ്പർ 1ലേക്ക് നാം y-ന്റെ വാല്യൂ, അതായത് 120 എന്നുള്ള വാല്യൂ കൊടുക്കണം. അപ്പൊ എന്ത് സംഭവിക്കുന്നു നോക്കിയാൽ, ഇക്വേഷൻ എന്താണ്? 2x + 3y = 520. ആ ഇക്വേഷൻ നമ്മളൊന്ന് എടുത്തെഴുതി അല്ലെ. ഇനി അതിലേക്ക് എന്ത് കൊടുക്കുന്നു? y-യുടെ വാല്യൂ 120 കൊടുക്കാം. അപ്പൊ 2x + 3 × y, y-യുടെ വാല്യൂ y-ക്ക് പകരം 120 = 520. അതായത് 2x + 3 × 120 അല്ലെ. 3 × 120 എത്രയാണ്? 360 അല്ലെ. 360 = 520. അപ്പൊ 2x മാത്രം ഇവിടെ നിർത്താം. അപ്പൊ 2x = അവിടെ ഉള്ള 520 അതേപോലെ എഴുതി ഇതിനങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -360. അപ്പൊ എത്ര കിട്ടും? 520 - 360 എത്രയാണ്? 160 അല്ലെ. 160 കിട്ടി. അപ്പൊ ഇവിടെ 2x = 160. അങ്ങനെയാണെങ്കിൽ x എന്ത് വരും? x = 160 ബൈ ഈ 2 ഇങ്ങോട്ട് വരുമ്പോ ബൈ അല്ലെ, × 2 ബൈ 2 ആയി 2 സീക്രട്ട് എന്ത് തോന്നുന്നു? 160 ബൈ 2 എന്ന് പറഞ്ഞാൽ 80. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ ഓറഞ്ചിന്റെ വില 80 രൂപ, വൈ ആപ്പിളിന്റെ വില 120 റുപ്പീസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. എ വയർ 1 meter long is cut into 2 pieces, one of which is bent into a square and the other into an equilateral triangle. അല്ലെ, അതായത് ഇവിടെ
ഒരു മീറ്റർ നീളമുള്ള ഒരു വയറ് അതെന്ത് ചെയ്തു രണ്ടായിട്ട് കട്ട് ചെയ്തു. അപ്പൊ ഒരു മീറ്റർ നീളമുള്ള ഒരു വയർ രണ്ടായിട്ട് കട്ട് ചെയ്തു. ആ കട്ട് ചെയ്തതിൽ ഒരു കഷ്ണം ഒരു പീസ് ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാക്കി, ഒരു സ്ക്വയർ ഉണ്ടാക്കി. മറ്റേ പീസ് ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാക്കി, ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ, അതായത് സമഭുജ ത്രികോണം ഉണ്ടാക്കി. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഈ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളത്തിന്റെ 3 ടൈംസ് 3 മടങ്ങും, പിന്നെയോ ഈ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളത്തിന്റെ 2 മടങ്ങും. അപ്പൊ ഇതിന്റെ സൈഡിന്റെ 2 മടങ്ങും ഇതിന്റെ സൈഡിന്റെ 3 മടങ്ങും കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടി, 71 കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര നീളത്തിലായിരിക്കും ഈ കമ്പി അല്ലെങ്കിൽ ഈ വയർ മുറിച്ചിട്ടുണ്ടാവുമെന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യം ക്ലിയർ ആയില്ലേ? അതായത് ഇതാണ് നമ്മുടെ വയർ എന്ന് വിചാരിക്കുക. ഇതിന്റെ മൊത്തം നീളം നമുക്ക് തന്നിട്ടുണ്ട് 1 മീറ്റർ അല്ലെ. 1 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് 100 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ അതിനെ 2 കഷ്ണാക്കി 2 പീസാക്കിയിട്ട് അങ്ങോട്ട് മുറിച്ചിട്ട് എന്ത് ചെയ്തു, ഈ പീസ് കൊണ്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കി, ഈ പീസ് കൊണ്ട് ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ. ഇപ്പൊ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 സൈഡുകൾ ഈക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ സമഭുജ ത്രികോണം 3 സൈഡുകളും ഈക്വൽ അല്ലെ. അപ്പൊ ഇതിങ്ങനെ ഉണ്ടാക്കി. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇതിന്റെ ഒരു വശത്തിന്റെ നീളത്തിന്റെ 3 മടങ്ങും, പിന്നെയോ ഇതിന്റെ ഒരു വശത്തിന്റെ നീളത്തിന്റെ 2 മടങ്ങും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി, 71 സെന്റിമീറ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നീളം എത്ര, ഈ മുറിച്ച ഈ കഷത്തിന്റെ നീളം എത്ര, ഇതിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്കറിയാം ഈ വയറിന്റെ മൊത്തം നീളം 1 മീറ്റർ, അതായത് 100 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ഇതിന് 2 ആയിട്ടാണ് മുറിച്ചത് അല്ലെ. അപ്പൊ നമുക്ക് ഒരു കഷ്ണത്തിൽ നമുക്ക് എക്സ് എന്ന് പേര് കൊടുക്കും. എക്സ് ആണ് ഇതിന്റെ നീളം, എക്സ് സെന്റിമീറ്റർ ഇതിന്റെ നീളം നമുക്കൊരു വൈ സെന്റിമീറ്റർ. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എക്സിന്റെയും വൈയുടെയും നീളം കിട്ടിയാൽ മതി അല്ലെ. അപ്പൊ അത് നമുക്ക് ഇനി കണ്ടുപിടിക്കാം. അതിന് എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്, ഇതിന്റെ ഒരു വശത്തിന്റെ 7 മടങ്ങും ഇതിന്റെ ഒരു വശത്തിന്റെ 3 മടങ്ങും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം, ഇതിന്റെ ഒരു വശത്തിന്റെ നീളം നമുക്ക് കിട്ടണം വേണ്ടേ, എന്നാലല്ലേ നമുക്ക് അതിൽ നിന്ന് 3 മടങ്ങ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ഒരു സൈഡിന്റെ നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ ഇതിന്റെയും ഒരു സൈഡിന്റെ നീളം എത്രയാണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം അല്ലെ. എന്നിട്ട് പിന്നെ നമുക്ക് മടങ്ങുകളൊക്കെ എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നിൽക്കട്ടെ, നമ്മുടെ ഈ കമ്പി ഇത്രയും ഭാഗം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ, ആണല്ലോ. അതായത് ഈ ഇത്രയും ഭാഗം ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞ നീളത്തിൽ നമ്മൾ മുറിച്ചു, ഈ മുറിച്ചിട്ട് ഇത്രയും ഭാഗം കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇതിന്റെ പെരിമീറ്റർ ചുറ്റളവ് എത്രയായിരിക്കും, ചുറ്റളവ് എന്ന് പറഞ്ഞാല് എക്സ് അല്ലെ. അപ്പൊ ഇവിടെ ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ ചുറ്റളവ്, അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എക്സ്. അതുപോലെ ഇതിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും, വൈ അല്ലെ. വൈ ഇങ്ങനെ 3 കഷ്ണമായിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ നീളം തന്നെ ആയിരിക്കും ഇതിന്റെ നീളം അല്ലെ. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ ചുറ്റളവ് അത് വൈ സെന്റിമീറ്റർ. ഓക്കെ അല്ലേ. ഇപ്പൊ നമുക്ക് ചുറ്റളവ് കിട്ടി ഇതിന്റെ. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിന്റെ നീളം എന്തായിരിക്കും, ഇത് സ്ക്വയറിന് അല്ലെ, 4 വശം ഈക്വൽ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് എന്തായിരിക്കും, ഒരു സൈഡ് 1 സൈഡ് എത്രയായിരിക്കും, മൊത്തം എക്സ് ആണ് നീളമെങ്കിൽ 4 വശവും ഈക്വൽ ആണ് അല്ലെ. അപ്പൊ x/4 കണ്ട. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരേണ്ടത്. ഇവിടെ ഇതിന്റെ മൊത്തം നീളം y സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിന്റെ നീളത്തിലായിരിക്കും 3 സൈഡ് ഈക്വൽ ആണ് അല്ലെ. അതായത് 1 സൈഡ് എത്ര ഉണ്ടായിരിക്കും, 1 സൈഡ് ഒരു വശത്തിന്റെ നീളം y/ മൊത്തം 3 സൈഡ് അല്ലെ. അപ്പൊ y/3. അപ്പൊ ഇത്ര കാര്യങ്ങൾ നമുക്ക് ഇന്ന് കിട്ടി അല്ലെ. ഇനി നമുക്ക് പതുക്കെ ഇക്വേഷൻ അങ്ങനെ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നോക്കിയേ, നമുക്കറിയാം മൊത്തം നീളം 100 സെന്റിമീറ്റർ, അതായത് 1 മീറ്റർ 100 സെന്റിമീറ്റർ അല്ലെ. അതായത് നമ്മൾ 2 ആക്കി മുറിച്ചു. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ആയിട്ട് എന്ത് എഴുതാം, x + y = 100 അല്ലെ. അപ്പൊ അത് എഴുതാം x + y = 100 അല്ലെ. നല്ലൊരു ഇക്വേഷൻ കിട്ടി നമുക്ക്. അത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് അവിടെ എടുക്കട്ടെ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇതിന്റെ അല്ലെ ഒരു വശത്തിന്റെ നീളത്തിന്റെ 3 മടങ്ങ്, ഒരു വശത്തിന്റെ നീളം നമുക്ക് കിട്ടി x/4 എന്ന് കിട്ടി അല്ലെ. അപ്പൊ അതിന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ഇതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, 3 × x/4. അതും പിന്നെയോ ഇതിന്റെ ഒരു വശത്തിന്റെ 2 മടങ്ങ് അല്ലെ. 2 മടങ്ങ് എന്ന് വെച്ചാൽ 2 ഇരട്ടി, അത് 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇതിന്റെ നീളത്തിലാണ് y/3. അതിന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാല് 2 × y/3 അല്ലെ. 2 × y/3 കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുമെന്ന് പറഞ്ഞു, 71 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ 71 കടാ. ഇക്വേഷൻ പറഞ്ഞ വരവണ്ടില്ലേ. അപ്പൊ 71. അപ്പൊ നമുക്ക് ഇതിന് ഗുണിച്ചിടാണെങ്കിൽ എന്ത് വരും, 3x/4
പ്ലസ് 2 ഇൻറ്റു വൈ 2y ബൈ 3 ഈക്വൽ ടു 71. അപ്പൊ ഇവിടെ നമുക്ക് ഇത് ഫ്രാക്ഷൻ ആണ് അല്ലേ? അപ്പൊ ഫ്രാക്ഷൻ ആകുമ്പോൾ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴൊക്കെ എന്ത് വേണം? ഇതിന്റെ ഡിനോമിനേറ്റർ ഛേദം സെയിം ആയിരിക്കണം അല്ലേ? ഇവിടെ സെയിം അല്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? അപ്പൊ നമുക്ക് സെയിം ആക്കേണ്ടി വരും അല്ലേ? അപ്പൊ ഇങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ എങ്ങനെയാണ് കൂട്ടുകയും കുറയ്ക്കുക ചെയ്യുക? നമുക്കൊരു എളുപ്പപ്പണി ഉണ്ടല്ലോ. എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? 4 ഇൻറ്റു 3 അല്ലെ? 4 ഇൻറ്റു 3 അപ്പൊ ഒരു 4 ഇൻറ്റു 3 12. ഇതാണ് പുതിയ ഡിനോമിനേറ്റർ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇവര് തമ്മിൽ ഗുണിക്കുക ആദ്യം അല്ലെ? 3x ഇൻറ്റു 3 9x. ശ്രദ്ധിക്കത് 9x ചിഹ്നം പ്ലസ്. ഇനി ഇവര് തമ്മിൽ ഗുണിക്കുക 4 ഇൻറ്റു 2y എന്ന് പറഞ്ഞാല് 8y. കണ്ട? അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി 9x പ്ലസ് 8y ബൈ 12 ഈസ് ഈക്വൽ ടു 71. ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ എക്സും വൈ മാത്രം മതി അല്ലേ? എക്സും വൈ ഉള്ള പദങ്ങൾ മാത്രം മതി. 9x പ്ലസ് 8y ഇത് മാത്രം ഇവിടെ നിർത്താം. അപ്പൊ എന്തായി മാറി നോക്കിയാൽ 9x പ്ലസ് 8y സീക്വൽ ടു ഇവിടെ 71 ഉണ്ട് 71. ഇവിടെ ബൈ 12 എന്നുള്ള അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 12. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 852 എന്ന് കിട്ടി അല്ലെ? അപ്പൊ നോക്കിയേ 9x പ്ലസ് 8y സീക്വൽ ടു 852. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയണ്ട. ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഒന്ന് എഴുതിയാൽ ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് വൈ സീക്വൽ ടു 100. ഇത് ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് ഇറക്കി എഴുതി. രണ്ടാമത്തെ ഇക്വേഷനോ 9x പ്ലസ് 8y സീക്വൽ ടു 852. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് വേണം? എക്സിന്റെയും വൈയുടെയും വില കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ അതിനുള്ള സ്റ്റെപ്പുകൾ നമുക്കറിയാം. എന്താണ്? ആരെങ്കിലും ഒരാളെ ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? അതിന്റെ കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കണം അല്ലേ? അപ്പൊ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ഇത് 9. അപ്പൊ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇവിടെ എത്രയാണ്? 1 ആണ്. ഇവിടെ 8 ആണ്. ഇതിനെയും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? സെയിം ആക്കണം അല്ലെ? സെയിം ആക്കണം. അപ്പൊ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നോക്കിയാൽ ഇവിടെ വെറും എക്സ് ഉള്ളോ? ഇവിടെ 9x. അപ്പൊ ഇതിനെ നമുക്ക് 9x ആക്കണം. 9x ആക്കണമെങ്കിൽ എന്ത് വേണം? ഇതിനെ മൊത്തം 9 കൊണ്ട് ഗുണിക്കണം അല്ലെ? അതായത് ഇക്വേഷൻ 1നെ അപ്പൊ ഇക്വേഷൻ 1 ഇതാണ് ഇക്വേഷൻ 1. അതിനെന്ത് ചെയ്യുന്നു? 9 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ എന്താ ഇവിടെ? 9 ഇൻറ്റു എക്സ് 9x പ്ലസ് 9 ഇൻറ്റു വൈ 9y. കണ്ട? 9y സീക്വൽ ടു 9 ഇൻറ്റു 100 900. അപ്പൊ നോക്കിയേ രണ്ടിന്റെയും കോഎഫിഷ്യൻ സെയിം ആയി അല്ലേ? ഇനി നമുക്ക് എക്സിനെ കളയാൻ പറ്റുമല്ലോ? കളയാൻ പറ്റും. അപ്പൊ ഇത് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എക്സിനെ കളയണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടും ഒരേ ചിഹ്നമാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഒന്നിൽ നിന്ന് മറ്റേത് കുറച്ചാൽ മതി അല്ലേ? ഇതൊക്കെ നമ്മൾ മുമ്പിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റേ ഇക്വേഷൻ കുറയ്ക്കാം അല്ലേ? അപ്പൊ ഇതിൽ വലുത് ഏതിന്? വലിയ സംഖ്യ ഉള്ളത് 900 ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം അല്ലെ? അപ്പൊ തിരിച്ചും കുറയ്ക്കാൻ ബുദ്ധിമുട്ടില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇവിടെ വലുത് ഏതാണ്? വലിയ സംഖ്യ ഏതാണ്? അതിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ചെയ്യാൻ അല്ലെ? അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 3ൽ നിന്ന് 2നെ കുറയ്ക്കുന്നു. അപ്പൊ ഇക്വേഷൻ 3ൽ നിന്ന് -2. 9x നിന്ന് 9x കുറച്ച് കഴിഞ്ഞാൽ 0. 9y നിന്ന് 8y കുറച്ച് കഴിഞ്ഞാൽ y അല്ലെ? y മാത്രമായി അവിടെ സീക്വൽ ടു 900ൽ നിന്ന് 852 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 48 കിട്ടും. അപ്പൊ 48. അപ്പൊ നമുക്കിവിടെ വൈയുടെ വില കിട്ടി 48 അല്ലെ? വൈയുടെ വില നമുക്ക് 48 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വൈയുടെ വില ഇക്വേഷൻ അല്ലെ നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് കൊടുക്കാം. അപ്പൊ എഴുതാം y ഈസ് ഈക്വൽ ടു 48 ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ലേക്ക് നമ്മൾ ഈ വാല്യൂ കൂടി കൊടുക്കുന്നു. അതായത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്താണ്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100. ഇതാണ് ഇക്വേഷൻ. അതിൽ വൈക്ക് പകരം 48 കൊടുക്കുക അല്ലെ? അതായത് എക്സ് പ്ലസ് വൈക്ക് പകരം 48 ഈക്വൽ ടു 100 അല്ലേ? ഇനി നോക്കിയാൽ എക്സ് ഈസ് ഈക്വൽ ടു 100 അവിടെ തന്നെ നിന്നോട്ടെ. ഈ 48 അങ്ങോട്ട് പോകുമ്പോൾ -48. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 100 മൈനസ് 48 52. അപ്പൊ ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി അല്ലേ? എത്രയാണ്? 52 സെന്റിമീറ്റർ. എക്സ് 52 സെന്റിമീറ്റർ, വൈ എന്ന് പറഞ്ഞാൽ 48 സെന്റിമീറ്റർ അല്ലെ? അപ്പൊ വൈ എന്ന് പറഞ്ഞാൽ 48 എന്ന് പറഞ്ഞാൽ ഇത് 48 സെന്റിമീറ്ററും ഇതെത്രയാണ്? 52 സെന്റിമീറ്ററും. അപ്പൊ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 100 വന്നില്ലേ? ഓക്കെ. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം എന്താണ്? 4 years ago റഹീംസ് ഏജ് വാസ് 3 times ദി ഏജ് ഓഫ് രാമു. അതായത് ഈ 4 വർഷം മുമ്പ് റഹീമിന്റെ വയസ്സ് എന്തായിരുന്നു? രാമുവിന്റെ വയസ്സിന്റെ
3 ഇരട്ടിയായിരുന്നു. ഇനി ആഫ്റ്റർ 2 years 2 കൊല്ലം കഴിഞ്ഞാലോ ദിസ് വുഡ് ബിക്കം 2 times. അപ്പൊ 2 കൊല്ലം കഴിഞ്ഞാൽ റഹീമിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ എത്ര ആയിരിക്കും? 2 times ആവും, 2 ഇരട്ടിയാവും. വാട്ട് ആർ ദയർ ഏജ് നൗ? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നിൽക്കിയ 2 പേരുടെ വയസ്സാണ് അല്ലെ, ഒന്ന് റഹീമിന്റെ വയസ്സും ഒന്ന് രാമുവിന്റെ വയസ്സും അല്ലെ. അപ്പൊ നമുക്ക് ഒരാളുടെ വയസ്സിന് എക്സ് എന്ന് കൊടുക്കാം, മറ്റൊരാളുടെ വയസ്സിന് നമുക്ക് വൈ എന്ന് കൊടുക്കാം. അങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇക്വേഷനിലേക്ക് എത്തും അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് റഹീമിനെ പിടിക്കാം. റഹീംസ് ഏജ്, അതായത് റഹീമിന്റെ വയസ്സ് അല്ലെ, ഇപ്പോഴത്തെ വയസ്സ്. അപ്പൊ റഹീംസ് ഏജ് നൗ, ഇപ്പോഴത്തെ വയസ്സ് എത്രയായിരിക്കും? റഹീമിന്റെ ഇപ്പോഴത്തെ വയസ്സ് നാം എക്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ് ആണെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇനി രാമു. അപ്പൊ രാമുസ് ഏജ് നൗ അല്ലെ, ഇപ്പോഴത്തെ രാമുവിന്റെ വയസ്സ് എത്രയാണെന്ന് വിചാരിക്കുക? വൈ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എക്സും വൈ ആണ് അവരുടെ ഇപ്പോഴത്തെ വയസ്സ്. ഇനി 4 years ago അല്ലെ, 4 കൊല്ലം മുമ്പ് റഹീമിന്റെ വയസ്സ് എന്തായിരുന്നു? രാമുവിന്റെ വയസ്സിന്റെ എത്ര ഇരട്ടിയായിരുന്നു? 3 മടങ്ങായിരുന്നു അല്ലെ. അപ്പൊ 4 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ 4 years ago 4 വർഷം മുമ്പ് ഇവരെ വയസ്സ് എത്രയായിരിക്കും? ഇപ്പൊ നമുക്ക് ഒരു 15 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 4 വർഷം മുമ്പ് നമ്മുടെ വയസ്സ് എത്രയാണ്? 15-ൽ നിന്ന് 4 കുറയ്ക്കണം അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 11 വയസ്സെന്ന് കിട്ടി. അപ്പൊ 3 വർഷം മുമ്പത്തെ വയസ്സ് കിട്ടാൻ 3 കുറയ്ക്കണം അല്ലെ. അപ്പൊ അതേപോലെ അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണ് റഹീമിന്റെ. അങ്ങനെയാണെങ്കിൽ 4 കൊല്ലം മുമ്പ് റഹീമിന്റെ വയസ്സ് എത്രയായിരിക്കും? എക്സിൽ നിന്ന് 4 കുറയ്ക്കണം അല്ലെ. അപ്പൊ നമുക്ക് 4 years ago 4 കൊല്ലം മുമ്പ് റഹീംസ് ഏജ്, അപ്പൊ 4 കൊല്ലം മുമ്പ് റഹീമിന്റെ വയസ്സ് എന്തായിരിക്കും? ഇപ്പോഴത്തെ വയസ്സ് എക്സ്, നാം ഇവിടെ ചെയ്ത പോലെ തന്നെ അതിൽ നിന്ന് 4 കുറയ്ക്കണം. ഓക്കെ അല്ലെ. അപ്പൊ അതേപോലെ 4 കൊല്ലം മുമ്പ് രാമുവിന്റെ വയസ്സ് എത്രയായിരിക്കും? രാമുസ് ഏജ് 4 years ago അല്ലെ, എന്തായിരിക്കും? ഇപ്പോഴത്തെ വയസ്സ് വൈ ആണ്, അതിൽ നിന്ന് 4 കുറയ്ക്കണം. കണ്ടില്ലേ? അപ്പൊ നമുക്ക് 4 കൊല്ലം മുമ്പ് 2 പേരുടെയും വയസ്സ് കിട്ടി, x-4ഉം y-4ഉം. 4 വർഷം മുമ്പ് റഹീമിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ 3 times 3 മടങ്ങായിരുന്നു അല്ലെ. അപ്പൊ 4 വർഷം മുമ്പത്തെ വയസ്സാണിത്. അപ്പൊ 4 വർഷം മുമ്പ് റഹീമിന്റെ വയസ്സ് എന്താണ്? എക്സ്. ശ്രദ്ധിക്കുക, റഹീമിന്റെ വയസ്സ് x-4 ആണ്. അപ്പോ x-4 എന്ന് പറഞ്ഞാല് എന്താണ്? രാമുവിന്റെ വയസ്സ് എന്ന് പറഞ്ഞാല് y-4 അല്ലെ. അതിന്റെ എത്ര ഇരട്ടിയായിരുന്നു? 3 ഇരട്ടിയായിരുന്നു. അപ്പൊ ഈ വയസ്സിനെ എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റുകളൊക്കെ ഒന്ന് പൊളിച്ചു നോക്കാം. അപ്പൊ എന്ത് വരും? x-4 = 3 × y അല്ലെ. അപ്പൊ 3 കൊണ്ട് y നെ ഗുണിക്കണം, 3 കൊണ്ട് ഇതിനെ ഗുണിക്കണം. നമ്മൾ സാധാരണ ചെയ്യാറ് അല്ലെ. 3 × y എന്ന് പറഞ്ഞാൽ 3y ചിഹ്നം മൈനസ് 3 × 4 12. ഇതിന് നമുക്ക് വേണ്ട രീതിയിൽ ഒന്ന് ഓർഡർ ആക്കി കഴിഞ്ഞാൽ എക്സിനെ വൈനെ ഒരു ഭാഗത്താക്കാം, മറ്റൊരു നമുക്ക് വേറെ ഇപ്പുറത്തേക്കാക്കാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് ഇവിടെ ഉണ്ട്, അപ്പൊ എക്സ് അവിടെ ഇരുന്നോട്ടെ. ഇനി ഈ വൈനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ +y ഇങ്ങോട്ട് വരുമ്പോ മൈനസ് ആയി -3y അല്ലെ. അപ്പൊ എക്സും വൈ ഒരു ഭാഗത്തായല്ലോ. ഓക്കെ, ഇനി = ഇവിടെ ആരാ ഉള്ളത്? -12 ഉണ്ട് അല്ലെ. അത് അതേപോലെ തന്നെ കിടന്നോട്ടെ. ഇനി ഈ -4 അങ്ങോട്ട് നമുക്ക് കൊണ്ടുപോവാം. അപ്പൊ എത്രയായി? +4 ആയി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? x - 3y = -12ഉം 4ഉം കൂടി കൂട്ടി എന്ത് വരും? വലുതിന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം അല്ലേ. അപ്പൊ 12-ന് 4 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 8 കിട്ടി. വലുതിന്റെ ചിഹ്നം നെഗറ്റീവ്. അപ്പൊ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. x - 3y = -8. നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞെന്താണ്? 4 കൊല്ലം മുമ്പത്തെ വയസ്സിന്റെ ആ ബന്ധമാണ് ഇവിടെ പറഞ്ഞല്ലേ. ഇനി നമ്മളിവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2 വർഷം കഴിയുമ്പോൾ അല്ലെ, 2 വർഷം കഴിഞ്ഞാലുള്ള വയസ്സുകൾ തമ്മിലുള്ള കണക്ഷനാണ് പറയുന്നത്. അപ്പൊ നോക്കിയാൽ 2 വർഷം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? എക്സ് അല്ലെ. അപ്പൊ 2 വർഷം കഴിഞ്ഞാൽ വയസ്സ് എത്ര? ഇപ്പൊ നമുക്ക് 15 വയസ്സുണ്ടെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും വയസ്സ്? 15ന്റെ കൂടെ 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 17 വയസ്സായി അല്ലെ. അപ്പൊ അതേപോലെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണ്. അപ്പൊ 2 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും? എക്സിന്റെ കൂടെ 2 കൂട്ടുക. വൈയുടെ വയസ്സ് എത്രയായിരിക്കും? വൈയുടെ കൂടെ 2 കൂട്ടുക അല്ലെ. അപ്പൊ നമ്മൾ 4 കൊല്ലം മുമ്പത്തെ കഥ പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആഫ്റ്റർ 2 years അതായത് 2 കൊല്ലം കഴിഞ്ഞാലത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ എന്തായിരിക്കും റഹീമിന്റെ വയസ്സ്? റഹീംസ് ഏജ്, റഹീമിന്റെ വയസ്സ് എത്രയായിരിക്കും? ഇപ്പൊ എക്സ്, അതിന്റെ കൂടെ നമ്മൾ 2 വയസ്സും കൂടി കൂട്ടി, 2 കൂടി കൂട്ടി. അതേപോലെ രാമുവിന്റെ എന്തായിരിക്കും? രാമു
രാമൂസ് ഏജ് 2 കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും? വൈയുടെ കൂടെ 2 കൂട്ടണം അല്ലേ? ഇതാണ് 2 കൊല്ലം കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുടെയും വയസ്സ്. അപ്പൊ 2 വർഷം കഴിഞ്ഞാൽ എന്താവുന്നിട്ടുണ്ട്? ഇത് 2 മടങ്ങാവും. ഇവിടെ 3 മടങ്ങിയിരുന്നു അല്ലേ? അത് എന്തായിരിക്കും? ഇവർ തമ്മിലുള്ള വയസ്സുകൾ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? റഹീമിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ ഇവിടെ 3 മടങ്ങിയിരുന്നു, അത് 2 മടങ്ങാവും അല്ലേ? അപ്പൊ റഹീമിന്റെ വയസ്സ് എത്രയാണ്? എക്സ് പ്ലസ് 2 സീക്വൽ ടു രാമുവിന്റെ വയസ്സ് എത്രയാണ്? y പ്ലസ് 2. അതിന്റെ എത്ര മടങ്ങ്? ഇവിടെ 3 മടങ്ങിയിരുന്നു, ഇവിടെ 2 മടങ്ങ്. കേട്ടാ? അപ്പൊ എക്സ് പ്ലസ് 2 സീക്വൽ ടു 2 ഇൻറ്റു y പ്ലസ് 2. ഇനി നമുക്ക് ഇവിടെ ചെയ്ത പോലെ എന്ത് ചെയ്യാം? അപ്പൊ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് മാറ്റാം. അപ്പൊ എക്സ് പ്ലസ് 2 സീക്വൽ ടു 2 ഇൻറ്റു y 2y പ്ലസ് 2 ഇൻറ്റു 2 4. ഇനി എന്ത് ചെയ്യാം? നമുക്ക് എക്സിനെ വൈനെ ഒരേ ഭാഗത്തേക്ക് ആക്കാം. അപ്പൊ എക്സ് വൈന് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ പ്ലസ് വൈ എന്നുള്ളത് മൈനസ് 2y സീക്വൽ ടു ഈ 4 അവിടെ തന്നെ കിടന്നോട്ടെ 4. ഈ 2നെ അങ്ങോട്ടുണ്ടാവുന്നു -2. അല്ല, ചിഹ്നങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? എക്സ് മൈനസ് 2y അല്ല, എക്സ് മൈനസ് 2y സീക്വൽ ടു 4 മൈനസ് 2 2. അപ്പൊ ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ 2 ഇക്വേഷൻ കിട്ടി. എക്സ് മൈനസ് 3y ഈക്വൽ ടു -8, എക്സ് മൈനസ് 2y ഈക്വൽ ടു 2. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എക്സ് മൈനസ് 3y ഈക്വൽ ടു -8. നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതി 1. ഇനി എക്സ് മൈനസ് 2y ഈക്വൽ ടു 2. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് ആരെങ്കിലും ഒരാളെ കളയണം. ആരെ കളയാൻ പറ്റിയിരുന്നു? വെക്റ്റടിക്കാണ്ട് അറിയാം. എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം അല്ലേ? അപ്പൊ നമുക്ക് എക്സിനെ ഒഴിവാക്കാൻ പറ്റും അല്ലേ? എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ചിഹ്നം നോക്കാം. പിന്നെ ചിഹ്നം ഒരേ ചിഹ്നമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നിൽ നിന്ന് അടുത്തത് മൈനസ് ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം അല്ലെ? അതാണ് കൂടുതൽ എളുപ്പം. അല്ലെങ്കിൽ ചിഹ്നം ശ്രദ്ധിക്കണം, അത്രേ തന്നെ ഉള്ളൂ. അപ്പൊ ഇതിൽ വലുത് ഏതാണ്? വലിയ സംഖ്യ 2 അല്ലേ? ഇത് നെഗറ്റീവ് ഇട്ടാണ്. നെഗറ്റീവ് ചെറുതാണ് അല്ലേ? നെഗറ്റീവ് അല്ലേ? ഇത് പോസിറ്റീവ്. അപ്പൊ 2 ആണ് വലുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പറിനെ 1നെ മൈനസ് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? അപ്പൊ നോക്കിയാൽ ഇതിൽ നിന്ന് ഇതാണ് മൈനസ് ചെയ്യുന്നത്. അപ്പൊ എക്സിൽ നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ 0. ഇനി നെഗറ്റീവ് 2ൽ നിന്ന് ശ്രദ്ധിക്കാം. നെഗറ്റീവ് 2ൽ നിന്ന് -3നെ കുറയ്ക്കണം. അപ്പൊ സംശയമുള്ളവർ ഇവിടുന്ന് മാറ്റി എഴുതി നോക്കാം. -2y നിന്ന് മൈനസ് അല്ലെ കുറയ്ക്കാണ് ഏതിനെ? -3y. കണ്ട? അപ്പൊ അങ്ങനെ ഇട്ട് തന്നെ ചെയ്യാം. അപ്പൊ എന്ത് തോന്നുന്നു? -2y 2 നെഗറ്റീവ് അടുത്ത് വന്നു. അപ്പൊ എന്തായി മാറും? അത് പോസിറ്റീവായി മാറും അല്ലെ? അപ്പൊ +3y എന്നായി. സീക്വൽ ടു എന്ത് വരും? -2y ഉണ്ട്, ഒരു പോസിറ്റീവ് +3y ഉണ്ട്. അപ്പൊ എന്താണ്? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം അല്ലേ? അപ്പൊ ഇവിടെ 3, ഇവിടെ 2. 3ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 1 ഒരു y. ചിഹ്നം എന്താ വരും? ചിഹ്നം വലുതിന്റെ ചിഹ്നം പോസിറ്റീവ് അല്ലേ? അപ്പൊ പോസിറ്റീവ് y. അപ്പൊ ഇവിടെ എന്തായി? y എന്ന് കിട്ടി അല്ലേ? അതായത് y ഈസ് ഈക്വൽ ടു, ഇനി 2ൽ നിന്ന് എന്ത് കുറയ്ക്കണം? -8നെ കുറയ്ക്കണം. അതും ശ്രദ്ധിക്കാം. 2 മൈനസ് -8 കണ്ട? അപ്പോൾ എന്ത് വരും? 2 നെഗറ്റീവ് വന്നു. അപ്പൊ 2 പ്ലസ് 8 സീക്വൽ ടു 10. അപ്പൊ y ഈസ് ഈക്വൽ ടു 10. അപ്പൊ y ഈസ് ഈക്വൽ ടു 10 എന്ന് പറയാൻ നമുക്ക് എന്ത് കിട്ടി? രാമുവിന്റെ വയസ്സ് കിട്ടി. എന്ത്? 10 അല്ലേ? അതാണ് y. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ വാല്യൂ ഏതെങ്കിലും അല്ലേ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക. ഇതിൽ സിമ്പിൾ ആയ ഇക്വേഷൻ ഏതാണ്? അപ്പൊ നമുക്ക് നോക്കിയാൽ ഒന്നുകൂടി ഈ ഇക്വേഷൻ. അപ്പോൾ -8 ഇവിടെ ആണെങ്കിൽ പോസിറ്റീവ് 2 അല്ലേ? അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൽ കൊടുത്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ കൊടുക്കാം. അപ്പൊ എന്ത് വരും നോക്കിയേ? അപ്പൊ y ഈസ് ഈക്വൽ ടു 10 ഇൻ ഇക്വേഷൻ. ഏത് ഇക്വേഷനിൽ നമുക്ക് കൊടുക്കാൻ പോണ്? ഇക്വേഷൻ നമ്പർ ഇപ്പൊ 2 കൊടുക്കേണ്ട ഒരു 2 കൊടുക്കുക, 1 കൊടുക്കേണ്ട ഒരു 1 കൊടുക്കുക. ഇപ്പൊ ഇക്വേഷൻ 2 കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കിയാൽ? എക്സ് മൈനസ് 2y ഈക്വൽ ടു 2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ എക്സ് മൈനസ് 2y 2 ഇൻറ്റു വൈയുടെ വാല്യൂ 10 ഈക്വൽ ടു 2. എക്സ് -2 ഇൻറ്റു 10 -20 അല്ലേ? ഈക്വൽ ടു 2. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 അവിടെ ഉണ്ട്, അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഈ -20 അവിടെ പോകുമ്പോൾ +20 ഈക്വൽ ടു 22. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 22. അതായത് റഹീമിന്റെ ഏജ് 22ഉം രാമുവിന്റെ വയസ്സ് എത്രയാണ്? 10ഉം. അതേപോലെ അങ്ങോട്ട് എടുത്ത് എഴുതാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.